ഹലോ. അപ്പോൾ പുത്തൻ പുതിയ MMA മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തമ്പനിയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ആ സ്പോർട്സ് താരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ്. അപ്പോൾ ആദ്യത്തെ വാർത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലിയ ടൊപ്പൂരിയ ആൻഡ് അർമാൻ സാറുഖ്യൻ. ഓക്കെ, ഇവിടെ എന്തോ വിചിത്രമായിട്ട് നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കും, അത് ഞാൻ ജസ്റ്റ് പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതായത് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഇലിയ ടൊപ്പൂരിയയ്ക്ക് അർമാനുമായിട്ടുള്ള ഫൈറ്റിന് താല്പര്യമില്ല. പക്ഷെ അർമാന് താല്പര്യം ഉണ്ട് താനും. അപ്പോൾ അറിഞ്ഞു കാണുമല്ലോ, അർമാൻ ഇലിയ ടൊപ്പൂരിയനെ ആക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് താറാവിന്റെ പിന്നാലെയൊക്കെ ഓടുന്നുണ്ട്. എന്നിട്ട് താറാവിനെ എടുത്തിട്ട് ഹലോ ഇലിയ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അർമാന്റെ കാര്യം പോട്ടെ, അർമാൻ ഇപ്പം ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇലിയ ടൊപ്പൂരിയ അർമാനുമായിട്ടുള്ള ഫൈറ്റിന് തയ്യാറാകാത്തത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾ പറയണം, നിങ്ങൾ കമന്റ് ചെയ്യണം, എന്തായിരിക്കും എൻ്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലിയ പറയുന്നത് ഇപ്പം ഇലിയ ഇസ്ലാം മക്കാശയുമായിട്ട് ഫൈറ്റ് നടക്കത്തില്ല, പിന്നെ എന്തുകൊണ്ട് അർമാനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൂടാ എന്ന് ഞാനിങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇലിയ ടൊപ്പൂരിയ ഇത്തിരി വെയിറ്റ് ഇട്ട് നിൽക്കുമായിരിക്കും. ഇനി അതോ ഇലിയ ടൊപ്പൂരിയയ്ക്ക് അർമാനെ പേടിയാണോ? അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും അതിന് കാരണം എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അത് നിങ്ങൾ കണ്ടെത്തണം. ഇതെനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇലിയയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്? ഭയം ഒന്നും ആയിരിക്കില്ല അല്ലേ? ഭയമായിരിക്കില്ല, ഇനി പേടിയാണോ അറിയത്തില്ല. അത് നിങ്ങൾ പറയണം. ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, വിചിത്രമായിട്ട് തോന്നുന്നു. ഞാൻ വാർത്തകൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം, നിങ്ങൾക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വിശേഷം ഉണ്ട്. ഇനി രണ്ടാമത്തെ കേസ്, പെട്ടെന്നൊരു വാർത്ത വരികയാണ്, എനിക്ക് അതും വിശ്വസിക്കാൻ പറ്റും. രണ്ടാമത്തെ വാർത്തയാണ്. രണ്ടാമത്തെ വാർത്ത വീണ്ടും ഇലിയ ടൊപ്പൂരിയ എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ, ഇപ്പോൾ തൽക്കാലം MMA ലോകത്തെ ഒന്ന് കത്തിച്ച് വിടണമെന്നുണ്ടെങ്കിൽ അതിന് ഇലിയ ടൊപ്പൂരിയയ്ക്ക് നടക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ രണ്ടാമത്തെ വാർത്ത ഇലിയ ടൊപ്പൂരിയനെ ചുറ്റിപ്പറ്റിയാണ്. അതായത് ഇസ്ലാം മഹാശേവ് ഇലിയ ടൊപ്പൂരിയുമായിട്ടുള്ള ഫൈറ്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നും പറഞ്ഞ് നിങ്ങൾ അയ്യോ എപ്പോഴാണ് ഡേറ്റ്, ഫൈറ്റ് ഫിക്സ്, അങ്ങനെയൊന്നും ചോദിക്കരുത്. ഏതോ ഒരു ഇന്റർവ്യൂവിന് ഇസ്ലാം മക്കാശമിന്റെ ഏതോ ഒരു മൂഡില് പുള്ളി ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ റെഡിയാണ്, ഞാൻ എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇലിയ ടൊപ്പൂരിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് എന്തുവാണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. കാരണം പുള്ളി ഇപ്പൊ ഹയർ വെയിറ്റ് ക്ലാസ്സിലേക്ക് പോയി ബൾക്ക് ഇനി കളിയാക്കിയതാണോ വീണ്ടും ഇലിയ ടൊപ്പൂരിയനെ? കാരണം പുള്ളി ഇപ്പൊ ഇങ്ങനെ വീർത്ത് പെരുത്ത് നിൽക്കുവാണ് ഇസ്ലാം മക്കാശേവ് ഹയർ വെയിറ്റ് ക്ലാസ്സിലേക്ക്. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. അതോ ഇനി ഇലിയ ടൊപ്പൂരിയോട് പറയുവാണോ നീ മേളിലേക്ക് കയറി പോര് എന്ന് പറയുവാണോ? നീ അങ്ങനെ ആയിക്കൂടെ, നീ മേളിലേക്ക്. അപ്പൊ ഇലിയ ടൊപ്പൂരിയ ഇപ്പൊ ഓക്കെ, ഇത്തിരി വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ബോറായിരിക്കും അല്ലെ? ആ ഒരു ഫാസ്റ്റ്നെസ്സും ഇതൊക്കെ അപ്പൊ അങ്ങ് പോയി കിട്ടും. ഇനി അതാണോ മക്കാശേവ് ഉദ്ദേശിക്കുന്നത്? കളിയാക്കിയതാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇത് രണ്ടും അതിവിചിത്രമായ ന്യൂസുകളാണ്. അപ്പോ സത്യത്തിൽ ഇസ്ലാം മക്കാശേവ് റെഡിയാണോ? അങ്ങനെയായിരുന്നെങ്കിൽ പണ്ട് എന്തുകൊണ്ട് റെഡിയായില്ല? ഇപ്പൊ എങ്ങനെ റെഡിയായി? എന്തിനാ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞു? അതോ ഇനിയിപ്പോ പുള്ളി വേറെ ഏതോ ഒരു മൂഡിലായിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്, ഒരു ഫ്ലോയിൽ അങ്ങ് വന്ന് പോയതാണോ എന്ന് അറിയത്തില്ല. വീണ്ടും ഞാൻ പറയുന്നു, എന്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി MMA വാർത്തകൾ ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പറയുക, എന്തുകൊണ്ടായിരിക്കും മക്കാശേവ് അങ്ങനെ ഒരു ഡയലോഗ് ഇപ്പോൾ ഇറക്കിയത്? കൺഫേംഡ് ആണ്, എല്ലാ ലീഡിംഗ് ന്യൂസ് ചാനൽസും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ വാർത്ത, അത് വെച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതും അത് വിചിത്രമാണ്. ഹബീബ് പെട്ടെന്ന് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ, യെസ് നമ്മുടെ ഹബീബ് നൂർമഗോമെദോവ്, അദ്ദേഹം പെട്ടെന്നൊരു ഒരു ഇന്റർവ്യൂവിൽ എവിടെയോ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടു കാണും. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറയാനുള്ള അധികാരമുണ്ട്, കാരണം പുള്ളി ഒരു ലെജൻഡ് ആണല്ലോ. പക്ഷെ അതിവിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. അത് രസകരം എന്ന് പറയാം. അതിവിചിത്രം എന്ന് പറഞ്ഞാൽ പുള്ളി അത് സൂട്ടാവത്തില്ല. രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അതിൽ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത്, യെസ് ഞാൻ സമ്മതിക്കുന്നു, ജോൺ ജോൺസ് ഒരു വലിയ ലെജൻഡ് ഒക്കെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു, അതിൽ യാതൊരു സംശയമില്ല, നല്ല ഫൈറ്ററാണ്, അടിപൊളി ഫൈറ്ററൊക്കെയാണ്. പക്ഷേ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് യുവാക്കൾ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ പുള്ളിയുടെ ലൈഫ് അത്ര ശരിയല്ല, പുള്ളിയുടെ ജീവിത രീതികൾ അത്ര ശരിയല്ല, ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ, ഒരു റോൾ മോഡൽ ആക്കാനൊന്നും പുള്ളിയെ കൊള്ളൂല എന്നാണ് ഹബീബ് ജോൺ ജോൺസിനെ പറ്റി അവകാശപ്പെടുന്നത്. അപ്പൊ ഈ 3 വാർത്തകളിൽ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ അർമാന് ഫാൻസ് ഉണ്ട്, ഇലിയ ടൊപ്പൂരിയയ്ക്ക് ഫാൻസ് ഉണ്ട്, ഇസ്ലാം മക്കാശേവിന് ഫാൻസ് ഉണ്ട്, ഹബീബിന് ഫാൻസ് ഉണ്ട്, ജോൺ ജോൺസിന് ഫാൻസ് ഉണ്ട്. ഇവരെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലടാ ഞങ്ങൾ അർമാനാ ശരി,
ഇല്ല ഞങ്ങൾ ഇല്ലിയക്കാരാ ശരി, ഇല്ല ഞങ്ങൾ മക്കാശേവ ശരി, ഇല്ല ഞങ്ങൾ ജോൺസുകാരാ ശരി, ഇല്ല ഞങ്ങൾ ഹബീബുകാരാ ശരി. ഹബീബ് പറഞ്ഞാ ശരി, ഒന്ന് പോയടാ ഞങ്ങൾ ജോൺസ് പറഞ്ഞാ ശരി. ഇങ്ങനെ ഇപ്പം മൊത്തത്തിൽ ഫാൻസ് തമ്മിൽ ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അപ്പോൾ ഈ എന്തുകൊണ്ടായിരിക്കും ഹബീബിന് പെട്ടെന്ന് ജോൺസിനെ ഓർമ്മ വന്നതും എന്തുകൊണ്ടായിരിക്കും ജോൺസിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇനി ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് DC ഉണ്ടല്ലോ, ഞാൻ ആഴത്തിലൊന്നും ചിന്തിച്ചപ്പോൾ DC അദ്ദേഹവും ജോൺസുമായിട്ട് ഇപ്പോൾ ഒരു വാക്കുപോര് നടക്കുന്നുണ്ടല്ലോ. ഇനി DCയുടെ ഒരു ഉറ്റമിത്രമാണ്, ഉറ്റമിത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഹബീബുമായിട്ടൊക്കെ, ഭയങ്കര പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ്, പണ്ട് പോലെയാണല്ലോ. ഇനി അതിന് വേണ്ടിയിട്ടാണോ DCയെ ഒന്ന് സപ്പോർട്ട് ചെയ്താണോ, ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്തതാണോ ജോൺസിനിട്ട് കൊട്ടിയത് ഹബീബ്, നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം DCയും ഹബീബും ഒക്കെ സംസാരിക്കുന്നുണ്ടാവുമല്ലോ, അവർ ഫ്രണ്ട്സ് ആണല്ലോ, സുഹൃത്തുക്കളാണല്ലോ. ഇനി അതാണോ റീസൺ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ജോൺസ് അല്ല, ഹബീബ് ജോൺസിനെ ഒന്ന് ഓർത്തിട്ടുണ്ട്. ജോൺസ് അതിന് പ്രതികരിച്ചോ എന്നറിയത്തില്ല. DC പ്രതികരിച്ചിട്ടുണ്ട്, DC ശരിക്കും കൂട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ ഹബീബിനെ കുറിച്ച് തിരിച്ചങ്ങനെ പ്രതികരിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ആയിരുന്നു അതിവിചിത്രമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള, രസകരമായിട്ടുള്ള MMA ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. ഇനി നിങ്ങൾ പറയുക, ഞാൻ വീണ്ടും ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, നല്ല മൂഡിലിരിക്കുമ്പോൾ തട്ടിവിട്ടേരെ, കാച്ചിവിട്ടേരെ. അതായത് സത്യത്തിൽ ഇല്ലിയ ടൊപ്പൂരിയയ്ക്ക്, ആദ്യത്തെ ചോദ്യം, സത്യത്തിൽ ഇല്ലിയ ടൊപ്പൂരിയയ്ക്ക് അർമാനെ പേടിയുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, സത്യത്തിൽ മക്കാശേവ് ടൊപ്പൂരിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണോ? മൂന്നാമത്തെ ചോദ്യം, ഹബീബ് എന്തിനായിരിക്കും ജോൺസിനിട്ട് കൊട്ടിയത്? ചെറുതായിട്ടെങ്കിലും പറയുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം.